തങ്ങൾക്ക് തന്ന മുറിയിൽ ഉറങ്ങാൻ കിടക്കുന്ന ഈശ്വറും സംഘവും സ്വപ്നത്തിൽ സുന്ദർ ഒരു നാഗയക്ഷി തറവാട്ടിലേക്ക് വരുന്നത് കാണുന്നു. അത് കണ്ട് ഞെട്ടിയുണരുന്ന സുന്ദർ തറവാട്ടിൽ സർപ്പബലിക്കുള്ള കാരണങ്ങൾ രേണുകയോട് തിരക്കുന്ന വൈഷ്ണവി. രണ്ട് നാഗങ്ങൾ ശിവലിംഗത്തിൽ കെട്ടുപിണയുന്നത് ഈ തറവാട്ടിൽ ഒരു സ്ത്രീരത്നം സ്വപ്നത്തിൽ കാണുമെന്നും ആ സ്ത്രീ സർപ്പം തുള്ളലിൽ അത് വെളിപ്പെടുത്തുമെന്നും അതുകൊണ്ടാണ് സർപ്പബലി നടത്തുന്നതെന്നും രേണുക വൈഷ്ണവിയോട് പറയുന്നു. അത് കേട്ട് ഞെട്ടുന്ന വൈഷ്ണവി താൻ സ്വപ്നം കണ്ട കാര്യം വൈഷ്ണവി സ്വാതിയും കൂട്ടുകാരുമായി പങ്കുവെക്കുന്നു. സർപ്പബലിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഇനി തുടർന്ന് കാണുക. സർപ്പം തുള്ളാനുള്ള ഭാഗ്യം വൈഷ്ണവിക്കാണല്ലോ. ഇതൊരു ഭാഗ്യം തന്നെയാ. അതൊക്കെ ഈ മനയിലെ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള. നീ എന്തിനാ വിഷമിക്കുന്നേ? മോളെ, അമ്മയും ഇത് ആഗ്രഹിച്ചിരുന്നതാ. മോളുടെ എല്ലാ ദോഷങ്ങളും മാറും. അതെ, മോൾക്ക് നാഗദേവിയുടെ നാഗരാജാവിന്റെ അനുഗ്രഹം ഉണ്ടാവും. മോൾക്കെന്താ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല അച്ഛാ. ശങ്കുണിയെ, സർപ്പം തുള്ളാനുള്ള ഒരുക്കം തുടങ്ങട്ടെ. ആയിക്കോട്ടെ, എടുക്കുക. വൈഷ്ണവി, വേഗം തയ്യാറാവൂ. വേഗം നാഗദേവിയെ തൊഴുതു വന്നോളൂ. ഈശ്വർ, വൈഷ്ണവിക്ക് പ്രശ്നമായെന്നാ തോന്നുന്നത്. സർപ്പം തുള്ളുന്നയാള് മറ്റേ കാര്യം വിളിച്ചു പറയുന്നല്ലേ പറഞ്ഞത്? അതെ. എന്റെ ഈശ്വര, വൈഷ്ണവി സ്വന്തം പേര് വിളിച്ചു പറയൂ. ആകാശബീജായ നാഗായ പ്രമോദായ നമഃ. ഓം പൃഥ്വീ വികൽപായ നാഗായ നാഗരാജായ. എന്റെ നാഗദേവി, എന്റെ നിയന്ത്രണത്തിലല്ല എന്റെ മനസ്സ്. ഞാൻ സർപ്പം തുള്ളിയ അറിയാലോ. എന്റെ ദേവി, എന്നെ രക്ഷിക്കണേ. വൈഷ്ണവി, ദേവി നിന്നെ രക്ഷിക്കും. എന്ത് സംഭവിച്ചാലും നിന്നെ മനസ്സ് കൈവിടരുത്. എന്ത് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാ ഞാനിങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മോളിരിക്ക. വൈഷ്ണവി അവിടെ ഇരിക്കൂ. അവിടെ ഇരിക്കും മോളെ.
ആ ഇതാ മോളെ. നാഗത്താമാരെ, എന്റെ മോളുടെ ദോഷങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കണേ. വൈഷ്ണവി, നാഗദേവിയെയും നാഗരാജനെയും മനസ്സിൽ വിചാരിച്ച് കുലത്തിൽ വന്നു ഭവിച്ച സകല കോപങ്ങളെയും തണുപ്പിക്കാൻ കുലത്തിനു വേണ്ടി തെറ്റ് ഏറ്റുപറഞ്ഞ് നാഗങ്ങളെ തുള്ളിപ്പാടി സന്തോഷിപ്പിക്കുക. നാഗരാജാവേ നമസ്തേ. നമസ്തേ. അവള് തുള്ളി തുള്ളി സ്വന്തം പേര് വിളിച്ച് പറയൂ ഈശ്വർ. എടാ, അവള് തുള്ളുകയാണോ അതോ പേടിച്ച് വിറയ്ക്കാണോ? നീ മിണ്ടായിരി. എന്ത് ചെയ്യണം നമുക്കറിയാം. ഓ, ജഗൽദാരു ജഗദ്ഗൗരി ചിത്തയോഗിനി വൈഷ്ണവി നാഗവതി ശൈവി നാഗേശ്വരി. ഓം നാഗരാജാവേ, നാഗദേവി, ഓം വിനായകനേ, വിശ്വനാഗേശ്വരി, ഓം നാഗയക്ഷീയ ക്ഷിണിസ്വാന നമ, ഓം നമ കാമരൂപിണിയേ, മഹാബലിയേ, നാഗാധിപതിയേ നമ. നാഗദേവി, ഇനി അവിടുന്നാണ് ഈ കുലത്തിന് വെളിപാട് തരേണ്ടത്. ഈ കുലത്തിലെ ഏതെങ്കിലും ഒരു സന്തതി അവിടുത്തെ ദർശനം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അരുളി ചെയ്യൂ. അമ്മേ ദേവി, അവിടുന്ന് അരുളി ചെയ്ത അടിയങ്ങളുടെ ആശങ്കയകറ്റൂ. ശൈവി നാഗേശ്വരി. ജഗത്കാരു പ്രിയാ സ്തികാമാതാ വിഷഹരി വിശ്വപൂജിത. വൈഷ്ണവി, 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 ഏയ്, വൈഷ്ണവി, വൈഷ്ണവി, ഏയ്, മോളെ, വൈഷ്ണവി, വൈഷ്ണവി, അവളെ മനയിലേക്ക് കൊണ്ടുപോ. വൈഷ്ണവി, ഇപ്പൊ എങ്ങനെ തോന്നുന്നു? ആശുപത്രി പോണോ? വേണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുറച്ചു മുമ്പ് നടന്നതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. നിനക്ക് ശരിക്കും ബോധക്ഷയം വന്നതാണോ അതോ നീ ബോധക്കേട് അഭിനയിച്ചതാണോ? രേണു എടുത്തി. അല്ല, ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ഈ സർപ്പം തുള്ളൽ പലതവണ ഞാൻ ചെയ്തിട്ടുള്ളതാ. കുറെ നേരം കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടും തോന്നും. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോ ചെയ്തതാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. രേണു എടുത്തി ഇത് ചെയ്തിട്ടുള്ള ആളല്ലേ? എപ്പോഴെങ്കിലും രേണു എടുത്തി ബോധം കിട്ടിട്ടുണ്ടോ? മോളെ, മോക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ? ഒന്നുമില്ല മുത്തശ്ശി. നിന്റെ കുട്ടി ദേഹപീഡനം ഏറ്റു വലിഞ്ഞിരിക്കല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. വൈഷ്ണവി വീണപ്പോ ഞങ്ങൾ എല്ലാവരും ടെൻഷനായി പോയി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ?
ഇവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതൊക്കെ ഇവിടെ സാധാരണ ആയിട്ടുള്ളതാ. എന്നാലും ബലി കഴിഞ്ഞ ഉടനെ വെളിപാട് പറയാതെ നാഗത്താന്മാര് എന്റെ കുഞ്ഞിനെ വീഴ്ത്തിക്കളഞ്ഞൂലോ. വെളിപാട് പറയാനായിട്ട് മോക്കപ്പൊ എന്തെങ്കിലും തോന്നിയോ? അത് മുത്തശ്ശി, പറയൂ. ആ സമയത്ത് എന്തെങ്കിലും വിളിച്ചു പറയാൻ തോന്നിയോ നിനക്ക്? എനിക്കൊന്നും ഓർമ്മയില്ല മുത്തശ്ശി. ഇവൾക്കവിടെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോ അതും ഇതും ചോദിച്ചവളെ ശല്യം ചെയ്യണ്ട. അവളെ റെസ്റ്റ് എടുക്കട്ടെ. കുട്ടി പറഞ്ഞ എന്നെയാ ശരി. വൈഷ്ണവി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് തോന്നണു. പതർച്ചയും വിഷമവും ഒക്കെ മാറട്ടെ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ആ, എല്ലാരും ഇവിടുന്ന് പോവാ. രേണു, ഇനി ഒന്നും അവളോട് ചോദിക്കാൻ നിക്കണ്ട. അതെ, മോള് നാഗദേവി സ്തോത്രം ചൊല്ലി കിടന്നോളൂട്ടോ. മോളുടെ എല്ലാ വിഷമങ്ങളും മാറും. ഹാ, രേണു വരിക. എന്താ രേണു എടുത്തി? ഒന്നുമില്ല. വൈഷ്ണവി, നിനക്കെന്താ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല സ്വാതി. എന്നോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കല്ലേ. നാഗദേവി, എന്നോട് ക്ഷമിക്കണേ. അളിയ, വൈഷ്ണവിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് സ്വാതി പറഞ്ഞു. അവൾക്കൊരു കുഴപ്പം വരില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എനിക്കൊരു സംശയം. അവൾ ആ സമയത്ത് ബോധം കെട്ട് വീഴണമെന്ന് നീ അവളോട് പറഞ്ഞായിരുന്നോ? അവൾക്ക് അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം ഇവിടെ ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളത് പറയേണ്ടതായിരുന്നു അളിയ. എന്തിന്? എങ്കിൽ എല്ലാവർക്കും സത്യം മനസ്സിലായേനെ. എടാ, മണ്ടത്തരം പറയുന്നതിൽ നിനക്ക് അല്പം ഡീസന്റ് ആയിക്കൂടെ? എടാ രാഹുലേ, സംഭവിച്ച എന്തെങ്കിലും ആവട്ടെ. നീയും വൈഷ്ണവിയും ഈ ഊരാക്കുടുക്കിന്ന് രക്ഷപ്പെട്ടില്ലേ. ഇനി അതേപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണ്ട. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതേ വേറൊരു കാര്യമാണ്. അന്ന് ആ കുട്ടികൾ പറഞ്ഞ നാഗപ്പുറ്റില് എന്തോ ഒരു സംഗതിയുണ്ട്. എടാ, നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ? രാഹുൽ, എനിക്ക് തോന്നിയൊരു കാര്യം പറയാനുണ്ട്. ആ നാഗപ്പുറ്റ് ഒരു സാധാരണ പുറ്റല്ല. അതിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ അതിനടുത്ത് പോണം. അളിയ, അവിടെ പാമ്പുകൾ ഉണ്ടാവില്ലേ? പാമ്പുകൾ ഉണ്ടാവും. നാളെ രാത്രി പ്രത്യേകിച്ചും പാമ്പുകൾ അവിടെ വരും. നാളെ രാത്രി എന്താ പ്രത്യേകത? നാളെ പൗർണമിയാ. പൗർണമി നാളിൽ നാഗപ്പുറ്റിൽ നിന്ന് നാഗങ്ങൾ പുറത്തു വരും. അവർ നൃത്തം ചെയ്യും. നാഗസുന്ദരിമാരായി അവർ ആനന്ദ നൃത്തം ചെയ്യും. പാമ്പുകൾ പെണ്ണായി മാറി നൃത്തം ചെയ്യും. അതെങ്ങനെ നടക്കും? ഒരു പാമ്പ് എങ്ങനെ അളിയ പെണ്ണാവുന്നേ? സുന്ദർ, നീ കണ്ട സ്വപ്നത്തെ പറ്റി ഒന്ന് ഓർത്തു നോക്കി. സ്വപ്നത്തിൽ നീ കണ്ട പോലെ തന്നെയാ നാഗസുന്ദരിമാരും വരിക. അപൂർവമായ ഒരു അവസരമാണ് നമുക്ക് നാളെ കിട്ടാൻ പോകുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നത് ശരിയാണെങ്കിൽ നാളെ രാത്രി കാവിലെ നാഗപ്പുറ്റിനു മുമ്പിൽ നമ്മൾ നാഗസുന്ദരിമാരുടെ നൃത്തം കാണും. രാത്രി അവിടെ പോയ നാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ പാമ്പെന്നൊക്കെ പറയുമ്പോ എനിക്ക് പേടിയുണ്ട്. പക്ഷേ നാഗസുന്ദരിമാരുടെ നൃത്തം എന്നൊക്കെ പറയുമ്പോഴേ എങ്ങനെ പോവാതിരിക്കാം? അതിനല്ലേ നമ്മൾ വൈഷ്ണവിയെ കൂടെ കൂട്ടുന്നത്. അവള് കൂടെയുള്ളപ്പോ ഒരു നാഗങ്ങളും നമ്മളെ ആക്രമിക്കില്ല. രാത്രി അവൾ ഇറങ്ങി വരുമോ? എനിക്ക് തോന്നുന്നില്ല. അവള് വരും രാഹുൽ. സുഹാദി അവളെയും കൊണ്ട് വരും. അപ്പോ നാളെ രാത്രി കാവിൽ പോകാൻ തീരുമാനിച്ചു അല്ലേ? നാളെ രാത്രി 12 മണി കഴിയുമ്പോ വൈഷ്ണവിയെയും കൂട്ടി നമ്മൾ കാവിലേക്ക് പോകും. അവിടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ കാണും. തയ്യാറായിരുന്നു? ഡ്രസ് മാറാ. എടാ രാഹുലേ, അവൻ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട്, എനിക്ക് ഉറപ്പാ.
സ്വാതി രാത്രിയിൽ ഇവിടേക്ക് ഇറങ്ങി നടന്ന പ്രശ്നമാവും. ഒരു പ്രശ്നവും വരില്ലെന്നാ ഈശ്വർ പറഞ്ഞത്. നീ വെറുതെ കൂടെ വന്നാ മതി. എന്തോ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നിങ്ങൾ വരുന്നാരും കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല. പക്ഷേ ഇവള് വല്ലാതെ വരണ്ട് നിൽക്കുവാണ്. എന്താ വൈഷ്ണവി? ഈ പാതിരാത്രി കാവിലേക്ക് ആരും പോവാറില്ല. ഇന്നലെ സർപ്പബലി നടന്നതല്ലേ. കാവിലേക്ക് ഇപ്പൊ ആരും പോകുന്നത് ശരിയല്ല. വൈഷ്ണവി, ഇവൻ പറയുന്നത് ഇന്ന് പൗർണമി ആയതുകൊണ്ട് കാവിലെ ആ നാഗപ്പെട്ടിൽ നിന്നും നാഗങ്ങൾ വെളിയിൽ വന്ന് നാഗസുന്ദരിമാരെ നൃത്തം ചെയ്യുന്നോ? ഇതൊക്കെ നടക്കോ? ഇവിടെ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം പഴയ കഥകളിൽ പറയുന്ന കാര്യങ്ങളാ. നേരിട്ട് അങ്ങനെ ആരും ഒന്നും കണ്ടിട്ടില്ല. ഈശ്വർ, നീ വായിച്ച പുസ്തകങ്ങളിലേതുപോലെ നടക്കണമെന്നില്ല. അതുകൊണ്ട് കാവിലേക്ക് പോണോ? പോണം, പോയേ പറ്റൂ. വൈഷ്ണവി, ഈ മനയിലെ ദേവപ്രശ്നം വെച്ച് പറഞ്ഞ കാര്യങ്ങളല്ലേ ദൂരെ അങ്ങോ കിടക്കാറുന്ന നീ സ്വപ്നത്തിൽ കണ്ടത്? അതില് വാസ്തവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തിയ കാര്യത്തിലും എന്തെങ്കിലും സത്യം ഉണ്ടാവും. ഈശ്വർ, ഈ സമയം കാവില് നാഗങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ പ്ലാൻ ഉപേക്ഷിക്കുന്നതാ നല്ലത്. അപ്പോ നാഗസുന്ദരിമാരെ കാണണ്ടേ? നിനക്ക് നാഗസുന്ദരിമാരെ ഡാൻസ് കാണാൻ അത്രക്ക് ആക്രാന്താണെങ്കിൽ നീ വല്ല പഴയ സിനിമ നെറ്റി കയറി കാണും. വൈഷ്ണവി പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മൾ ഈ സമയത്ത് കാവിലേക്ക് പോകണ്ട. എങ്കിൽ പിന്നെ റിസ്ക് എടുക്കണോ ഈശ്വർ? നിങ്ങൾക്കൊക്കെ ഭയമാണെങ്കിലേ എൻ്റെ കൂടെ വരണമെന്നില്ല. ഞാൻ തനിച്ചു പോയിക്കോളാം. ആ കാഴ്ച മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചും തരാം. അപ്പൊ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഈശ്വർ, ഈ സമയമായതുകൊണ്ടാ. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ അത് പറ. വരുന്നില്ലേ വേണ്ട, ഞാൻ പൊക്കോളാം. ഈശ്വർ, നിനക്ക് അവിടെ പോയേ പറ്റൂന്നാണെങ്കിൽ തനിച്ചു പോണ്ട. ഞങ്ങളും വരാം. എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്. നാഗസുന്ദരിമാരുടെ ഡാൻസ് മിസ് ചെയ്യണ്ടല്ലോ അല്ലേ? എന്നാ വാ. അളിയ ശങ്കുണ്ണിയാര്, നമുക്ക് ഇയാളോട് നാഗസുന്ദരിമാരുടെ ഡാൻസിനെ കുറിച്ച് ചോദിച്ചാലോ? പാതിരാത്രി ഇങ്ങനെ മണ്ടത്തരം പറയാതെടാ. മിണ്ടാതിരിക്ക. ശങ്കുണ്ണി നായർ ഉണർന്ന പ്രശ്നമാവും. മിണ്ടല്ലേ? വാ വാ വാ. ഇങ്ങോട്ട് വാടാ. ചുറ്റിനും വളരെ സൂക്ഷിച്ചു നോക്കണം. നാഗങ്ങൾ ഏതിലേ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. മിണ്ടാതെ കൂടെ വാടാ. വൈഷ്ണവി, ഇവൻ പറയുന്ന പോലെ നാഗങ്ങൾ ഇതിലെ വരൂ. ഞാൻ ആദ്യമായിട്ടാ ഈ സമയത്ത് ഇവിടെ വരുന്നത്. വൈഷ്ണവി, നിന്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ വരുന്നത്. ഇവൾ കൂടെ ഉള്ളപ്പോൾ നാഗങ്ങളുടെ ഉപദ്രവം നമുക്ക് ഉണ്ടാവില്ലായിരിക്കും അല്ലേ ഈശ്വർ? ഇവിടം വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എന്നാ ഇനി അങ്ങോട്ട് ഉണ്ടാവാനും പോകുന്നില്ല. ഒന്ന് മിണ്ടാതെ വാടാ. ഇതിലെ നാഗസുന്ദരി പോയിട്ട് അവളുടെ കാൽപ്പാട് പോലും പോയതായിട്ട് കാണുന്നില്ല. ദാ ആ ഭാഗത്താ നാഗപ്പുറ്റ്.
ഇതിലേ പോവാൻ പറ്റില്ല, തടസ്സമുണ്ട്. അവിടെ താൻ വേറെ വല്ല വഴിയുണ്ടോ? അതിലൂടെ ഒരു വഴിയുണ്ട്, നമുക്ക് അതിലേ പോവാം. വാ. विश्वेश्वर शोभय शोभय कटु कटु मोहय हुं फट् स्वाहा। ओमागाशबीजाय नागाय प्रमोदाय नमः। ॐ पृथ्वी विकल्पाय नागाय नमः।